ദൈവം നമ്മുടെ മനുഷ്യ ശരീരം സൃഷ്ടിച്ചിരിക്കുന്നത് വളരെ ബുദ്ധിപരമായിട്ടാണ്. ഭയങ്കര പ്രൊട്ടക്ഷനാണ് നമ്മുടെ ആ ശരീരത്തിൽ. ആക്ച്വലി നമ്മുടെ ലൈഫിന്റെ ഏറ്റവും വലിയ പ്രൊട്ടക്ഷൻ എന്താണെന്നറിയോ? നമ്മുടെ സ്കിന്നാണ്. സ്കിൻ, അതായത് സ്കിൻ ഉള്ളപ്പോൾ നമ്മളെ ആരും മൈക്രോ ഓർഗാനിസംസ് ഒന്നും അറ്റാക്ക് ചെയ്യില്ല, അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണല്ലോ ഇത്രയും വർഷം നമ്മൾ ജീവിച്ചു വന്നത്. പക്ഷെ നമ്മൾ ചൊറിഞ്ഞ് പൊട്ടിക്കുന്ന ആ മിനിറ്റിൽ അവിടെ ഒരു ബ്രീച്ച് വരുവാണ്. അതായത് ഒരു വലിയ കോട്ട കെട്ടി നമ്മൾ ജീവിക്കുകയാണ്. പക്ഷെ ഈ കോട്ടയ്ക്കകത്ത് ഉള്ളൊരു ഗേറ്റ് ആണ്, അത് തുറന്ന് പൊട്ടിപ്പോയി. നമ്മൾ തന്നെ ചൊറിഞ്ഞ് പൊട്ടിച്ചു, അപ്പോൾ ഗേറ്റ് ആണ്. ഇനി മൈക്രോ ഓർഗാനിസംസ് ഇതിനകത്തേക്ക് കയറാം, ഒരു അവസരമാണ് അവർക്ക്. മനസ്സിലായി? അപ്പോൾ ഒബ്വിയസ്ലി നമ്മൾ ചൊറിഞ്ഞ് പൊട്ടിക്കുന്ന സമയത്ത് അതിൻ്റെ അകത്തൂടെ ചെറിയ ബാക്ടീരിയ, മൈക്രോ ഓർഗാനിസംസ് അതിനകത്തേക്ക് കയറും. ഇനി അകത്ത് കയറിയാൽ എന്താണ്? കാലിൽ നീരാണ്. മനസ്സിലായി? ചീഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലാകുന്നുണ്ടോ? കാലിൽ ചെറിയ നീരുള്ളപ്പോൾ കാലിലെ കോശങ്ങൾ ചീഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മുകളിലോട്ട് ഈ ഇൻഫെക്ഷൻ കൂടെ കയറും, ഈ അണുക്കൾ അകത്ത് കയറും. അതേസമയം പൊട്ടിയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ വലിയ കുഴപ്പമുണ്ടാവാതെ നീരങ്ങ് പോവും. അതായത് നമ്മൾ ഒരു ദിവസം കിടന്ന് നീര് നന്നായി കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ ഉണ്ടാവില്ല. പക്ഷെ നീര് നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഇൻഫെക്ഷനായിട്ട് മാറും. പ്രത്യേകിച്ച് ചൊറിച്ചിൽ വരുന്നുണ്ടെങ്കിൽ ഈ ചൊറിഞ്ഞ് പൊട്ടുന്ന ആ ചെറിയൊരു ഗ്യാപ്പിലൂടെ അണുക്കളകത്ത് കയറുകയും അതിനകത്ത് ഇൻഫെക്ഷൻ ഉണ്ടാക്കുകയും ചെയ്യും. അതിനാണ് ഈ സെല്ലുലൈറ്റിസ് എന്ന് പറയുന്നത്. സെല്ലുലൈറ്റിസ് എന്ന് പറഞ്ഞാൽ ഇൻഫെക്ഷൻ കാലിൽ. മാത്രമല്ല ചൊറിഞ്ഞ് പൊട്ടുമ്പോൾ അതൊരു വ്രണമായി മാറും. വ്രണമായി മാറും. ഈ വെരിക്കോസ് വെയിൻ്റെ റിയൽ പ്രോബ്ലം ആക്ച്വലി വെരിക്കോസ് വെയിനേ അല്ല, ഈ മുറിവുകളാണ്. അതായത് കണങ്കാൽ ഭാഗത്ത് വരുന്ന ഉണങ്ങാത്ത മുറിവുകളാണ് വെരിക്കോസ് വെയിൻ്റെ റിയൽ പ്രോബ്ലം. അതിങ്ങനെയാണ് വരുന്നത്.